വികട അടിമകൾ പണി തുടങ്ങി. കോലഞ്ചേരി ഓർത്തഡോക്സ് പള്ളിയിലെ സെമിത്തേരിയിൽ വിഘടിത അടിമകൾ കല്ലറകൾ തകർത്തു. മുളന്തുരുത്തി പള്ളിയുടെ ബാക്കിയായിട്ടാണ് ഇവിടെ ഈ തെമ്മാടിത്തരം കാട്ടിക്കൂട്ടിയിരിക്കുന്നത്. മുളന്തുരുത്തിയിൽ വികടന്മാരും പോലീസും ചേർന്നാണ് പെരുന്നാൾ കലക്കിയതെങ്കിൽ കോലഞ്ചേരിയിൽ വികടന്മാർ മാത്രമാണ്. ഇനി പോലീസ് ചെയ്യാൻ പോകുന്നത് കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ പിടിക്കുക എന്നത് മാത്രമാണ്. പെരുന്നാൾ കലക്കാൻ ശ്രമിച്ചപ്പോൾ തടയാൻ ശ്രമിച്ച കുറേ ഇടവകക്കാരെ പിടിച്ച് പോലീസ് അകത്തിട്ടു. പെരുന്നാൾ കൂടാൻ വന്ന കുറേ ആളുകളെ തപ്പി പോലീസ് തേരാപാര നടക്കുന്നു. ഒരു സംശയവും വേണ്ട, കോലഞ്ചേരി പള്ളിയിലെ ഓർത്തഡോക്സുകാരെ പ്രതികളാക്കി കേസെടുക്കും. കല്ലറ തകർത്തവന്മാർ മറ്റുള്ളവരെ കൊഞ്ഞനം കുത്തി കാണിച്ചുകൊണ്ട് വില്ലാളി വീരന്മാരായി നടക്കും. വേണ്ടി വന്നാൽ പോലീസ് സംരക്ഷണവും കൊടുക്കും. ഇതെല്ലാം കഴിഞ്ഞ ആഴ്ചയിലുണ്ടായ സുപ്രീം കോടതി നിരീക്ഷണത്തെ തുടർന്നാണ്. വിഘാടന്മാർ വിചാരിച്ചിരിക്കുന്നത് മലങ്കര സഭയുടെ പള്ളികളെല്ലാം വിഘാടന്മാരുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുമെന്നാണ്. വിധി വായിച്ചു നോക്കാനോ അതേക്കുറിച്ച് പഠിക്കാനോ അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കാനോ ശ്രമിക്കുന്നില്ല. വിധി അവർക്ക് അനുകൂലമാണെന്ന് ധരിച്ചാണ് ഈ തെമ്മാടിത്തരങ്ങൾ കാണിച്ചു കൂട്ടുന്നത്. ഒന്നാമതേ വിവരമില്ല, വിവരം 7 അയലത്തുകൂടെ പോയിട്ടുമില്ല. അപ്പോൾ ഇതല്ല, ഇതിനപ്പുറവും ചെയ്യും. മുളന്തുരുത്തിയിൽ വികടന്മാർക്ക് വേണ്ടി മാത്രമാണ് പോലീസ് നിലകൊണ്ടത്. മുളന്തുരുത്തി പള്ളിക്ക് വേണ്ടി ലൈവ് എടുക്കാൻ വന്ന വണ്ടി പാതി രാത്രി പോലീസ് അടിച്ചു പൊളിച്ചു. പിറവം സ്റ്റേഷനിൽ ഇപ്പോഴും ആ വണ്ടി കിടക്കുകയാണ്. പെരുന്നാൾ കൂടാൻ വന്ന ആൾക്കാരുടെ ഫോട്ടോയും വീഡിയോയും കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ക്രിമിനലുകൾ എന്ന അടിക്കുറിപ്പോടെ സോഷ്യൽ മീഡിയ സൈറ്റുകളിൽ പറന്നു നടക്കുന്നു. ഇതൊക്കെ ചെയ്യുന്നത് വികടന്മാരും പോലീസുമാണ്.